നമസ്കാരം. പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കഴിഞ്ഞൊരു സെഷനിൽ നിഫ്റ്റിയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ തുടർച്ചയായിട്ടുള്ള 5 ട്രേഡിംഗ് സെഷനിൽ 4 സെഷനുകളിലും ഒരു ഇടിവോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം വിപണിയിൽ ഉണ്ടായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ ഒരു റീബൗണ്ട് രേഖപ്പെടുത്തിയെങ്കിൽ പോലും 24,972 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 24,824 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് ആ ഒരു ഇൻട്രാഡേ ലോയിൽ നിന്നും 233 പോയിന്റിന്റെ ഒരു മുന്നേറ്റം നിഫ്റ്റിയെ സംബന്ധിച്ച് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ വിപണിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത്. വളരെ നാടകീയമായിട്ടുള്ള ഒരു സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഖത്തറിലെ US-ന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഇറാന്റെ ആക്രമണം നടന്നതായിട്ടുള്ള അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ വന്നിരിക്കുന്നു എന്നുള്ള അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ മാർക്കറ്റുകളിലൊക്കെ തന്നെ ഈ ഒരു അപ്ഡേഷൻ വന്നതിന് പിന്നാലെ ഒരു പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഡൗ ജോൺസ് ഫ്യൂച്ചേഴ്സ് US-ന്റെ ഫ്യൂച്ചേഴ്സിലൊക്കെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള മുന്നേറ്റം കാണുന്നുണ്ട്. ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റോട് കൂടിയിട്ടൊരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ വളരെ നാടകീയമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ. അതോടൊപ്പം തന്നെ ഈ ഒരു വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ സാമൂഹിക മാധ്യമമായിട്ടുള്ള ട്രൂത്ത് സോഷ്യൽ ഡൊണാൾഡ് ട്രംപ് ഇറാനും ഇസ്രായേലും വെടിനിർത്തൽ കരാറിൽ എത്തി എന്നുള്ള ഒരു അപ്ഡേഷൻസ് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻസ് എന്ന് പറയുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇക്കാര്യം നിഷേധിച്ചതായിട്ട് എക്സിൽ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്: ഇസ്രായേൽ ഇറാനെതിരെയാണ് യുദ്ധം ആരംഭിച്ചതെന്നും ഇപ്പോൾ വെടിനിർത്തൽ സംബന്ധിച്ചോ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനോ ഒരു കരാറിലും എത്തിയിട്ടില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇറാനിയൻ ജനതയ്ക്കെതിരായിട്ടുള്ള ഈ ഒരു ആക്രമണം ഇസ്രായേൽ ഭരണകൂടം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ തുടർന്ന് ഒരു പ്രതികരണം നടത്താൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനം പിന്നീട് എടുക്കുമെന്നുള്ള ഒരു അപ്ഡേഷൻസ് ആണ് എക്സിൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള അപ്ഡേഷൻസ് വളരെയധികം ഊർജ്ജമാണ് വിപണികളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷൻസ് വന്നതിന് പിന്നാലെ WTI ബാരലിന് $65 എന്ന ലെവലിനും താഴേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡിനെ സംബന്ധിച്ചും $70 താഴേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കും പോയിട്ടുണ്ട്. അത് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് 25,000 എന്നൊരു മാർക്കിന് താഴെ തന്നെയാണ് കഴിഞ്ഞൊരു സെഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു അപ്ഡേഷൻസ് തീർച്ചയായിട്ടും ഒരു ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചൊരു ഊർജ്ജം പകരും എന്നതിൽ സംശയമൊന്നുമില്ല. ഡൗ ജോൺസ് ഫ്യൂച്ചേഴ്സിന്റെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഇന്നിപ്പോൾ ഒരു പോസിറ്റീവായിട്ട് 195 പോയിന്റിന്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. S&P 500ഉം നാസ്ഡാക്കും ഇത്തരത്തിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഓപ്പണിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ച് ഈ ഒരു സീസ് ഫയർ അല്ലെങ്കിൽ ഈ ഒരു വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ചു അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നിർത്തലാക്കിയിട്ടുണ്ട് എന്നുള്ള അപ്ഡേഷൻസ് വരുമ്പോൾ 12 ദിവസത്തെ യുദ്ധം അല്ലെങ്കിൽ 12-day വാർ ഏകദേശം താൽക്കാലികമായിട്ട് നിർത്തിയിരിക്കുന്നു, ആശ്വാസകരമാണ് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ഇതേ തുടർന്ന് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാന്റെ നിക്കി 225 1.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുന്നു. സൗത്ത് കൊറിയയുടെ കോസ്പി 2% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹോങ്കോങ്ങിന്റെ ഹാങ്സെങ്ങും ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 23,721 എന്ന റേഞ്ചിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ US വിപണിയിലും നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു. ഡൗ ജോൺസ് 374 പോയിന്റിന്റെ നേട്ടത്തിൽ 42,581 എന്ന റേഞ്ചിലാണ് വ്യാപാരം ആരംഭിച്ചത്. S&P 500.96% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. 6,025 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് 0.94% നേട്ടത്തിൽ 19,630 എന്ന റേഞ്ചിലുമാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടെസ്ല ഓഹരികളിലൊക്കെ തന്നെ നല്ലൊരു മുന്നേറ്റം കാണാൻ
സാധിച്ചിട്ടുണ്ടായിരുന്നു. ടെസ്ലയെ സംബന്ധിച്ച് പുതിയ അപ്ഡേഷൻസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ടെസ്ലയുടെ ഓഹരികൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 200 പോയിന്റിൻ്റെ ഒരു നേട്ടം തുടക്ക വ്യാപാരത്തിൽ ഗിഫ്റ്റ് നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 25,179 എന്ന റേഞ്ചിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും പ്രതീക്ഷിക്കേണ്ടത്. നമുക്ക് കഴിഞ്ഞൊരു സെഷനിൽ 24,900 മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചതിനാൽ തന്നെ 25,000 എന്നൊരു റേഞ്ചിന് മുകളിൽ തന്നെ ഒരു ഓപ്പണിംഗ് നൽകാൻ നിഫ്റ്റിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. കഴിഞ്ഞൊരു വെള്ളിയാഴ്ചത്തെ ഇൻട്രാഡേ ഹൈ ആയിട്ടുള്ള 25,136 എന്നൊരു റേഞ്ചിൽ തന്നെയാണ് നമ്മളൊരു ആദ്യത്തെ റെസിസ്റ്റൻസ്, ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത്. അതിനുശേഷം 25,196 എന്നുള്ള ആ ഒരു ലെവലും കൂടി നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്നതാണ്. ഇനി അനലിസ്റ്റുകൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ച് 25,000 എന്നുള്ള ആ ഒരു റേഞ്ചിന് മുകളിൽ തുടരാൻ സാധിക്കുകയാണെങ്കിൽ 25,100, 25,200 എന്ന റേഞ്ചിൽ നമുക്കൊരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. പക്ഷേ എങ്കിൽ പോലും 25,000 എന്നുള്ളൊരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാലും ഒരു പക്ഷേ ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 24,800 എന്നൊരു റേഞ്ചിൽ നമുക്കൊരു സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് നാഗരാജ് ഷെട്ടി വ്യക്തമാക്കുന്നത്. ഇനി രൂപക് ദേ പറയുന്നത് അനുസരിച്ച് 24,850 നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത്. ഹയർ സൈഡിൽ 25,000 എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്തു പോയാൽ നിയർ ടേമിൽ 25,350 നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നോക്കാം. ഡിക്സൺ ടെക്നോളജീസ് ഫോക്കസിൽ വരുന്നുണ്ട്. കാരണം കഴിഞ്ഞൊരു സെഷനിൽ ഡിക്സൺ ടെക്നോളജീസിനെ സംബന്ധിച്ചൊരു ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ടായിരുന്നു. പ്രൊമോട്ടറായിട്ടുള്ള സുനിൽ വജനെയാണ് ഈ ഒരു കമ്പനിയുടെ സ്റ്റേക്ക് വിറ്റഴിച്ചിരിക്കുന്നത്. 2.77% ഓഹരികൾ വിറ്റിട്ടുണ്ട്. 2,221 കോടി രൂപയുടെ ഒരു ഇടപാടാണ് നടന്നിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. ടാറ്റ മോട്ടോഴ്സ് ആണെന്ന് ശ്രദ്ധ കേന്ദ്രമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി. കാരണം കമ്പനിയെ സംബന്ധിച്ച് അവരുടെ EV ആയിട്ടുള്ള ഹാരിയർ EVയുടെ ഇൻട്രൊഡക്ടറി പ്രൈസ് ഇപ്പോൾ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 2 മുതൽക്ക് ബുക്കിംഗ്സ് ആരംഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇനി സോന BMW ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി. കമ്പനിയെ സംബന്ധിച്ച് ജെഫ്രി മാർക്ക് ഓവർലിനെ ചെയർപേഴ്സൺ ആയിട്ട് തന്നെ നിയമിച്ചതായിട്ട് ഇപ്പോൾ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രിയ സച്ദേവിനെ അഡീഷണൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടും ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ദേവ്യാനി ഇന്റർനാഷണൽ ഫോക്കസിൽ വയ്ക്കാവുന്നതാണ്. കമ്പനി സ്കൈഗേറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സ്റ്റേക്ക് ഉയർത്തിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. 80% നിന്നും 86% സ്റ്റേക്ക് ഉയർത്തിയിരിക്കുന്നത്. 106 കോടി രൂപയുടെ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തിയിരിക്കുന്നത്. HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിക്ക് ഇപ്പോൾ ഒരു ലോവസ്റ്റ് ബിഡറായിട്ട് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് മുംബൈയിലുള്ള ഒരു പ്രൊജക്റ്റിലാണ് ഇത്തരത്തിലൊരു ലോവസ്റ്റ് ബിഡറായിട്ട് മാറിയിരിക്കുന്നത്. ഏകദേശം 117 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണിത്. അടുത്തൊരു 30 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കേണ്ട ഒരു പ്രൊജക്റ്റാണിപ്പോൾ കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ലാർസൻ ആൻഡ് ട്യൂബ്രോ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എൻവയോൺമെൻറ്റൽ സോഷ്യൽ ഗവർണൻസ് ബോണ്ട് ESG ബോണ്ട് അവതരിപ്പിച്ചതായിട്ട് അറിയിച്ചിരിക്കുന്നു. 5,000 കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതെന്ന് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 6.35% കൂപ്പൺ റേറ്റ്. 3 വർഷ കാലയളവിലേക്കുള്ള ഒരു ബോണ്ടാണ് എന്നുള്ളതും കൂടി കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നമുക്ക് ശ്രദ്ധിക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് അവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള ഹൂഗ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇപ്പോൾ കരാർ കരസ്ഥമാക്കിയെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 100 മുതൽ 250 കോടി രൂപയുടെ കരാറുകളാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഹെറിറ്റേജ് റിവർ ജേർണി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നുമാണ് ഈ ഒരു കരാർ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റോക്കുകൾ ഫോക്കസിൽ വെക്കേണ്ടത് തീർച്ചയായിട്ടും NSEയെ സംബന്ധിച്ച് FNO റീബാലൻസിങ്, FNO സെഗ്മെൻറ്റിൽ റീബാലൻസിങ് നടത്തിയിട്ടുണ്ട്. അത് 29 മുതൽക്കായിരിക്കും ഇത് എഫക്റ്റിൽ വരിക എന്ന്. ആഗസ്റ്റ് 29 മുതൽക്കാണ് ഇത് പ്രാബല്യത്തിൽ വരിക. അത്തരത്തിൽ 8 സ്റ്റോക്കുകളെയാണ് FNO സെഗ്മെൻറ്റിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഓഹരികളാണ് ഇത്തരത്തിൽ ഒഴിവാക്കുന്നതെന്ന് മനസ്സിലാക്കാം. ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ എന്ന കമ്പനിയുടെ ഓഹരി ഒഴിവാക്കുന്നുണ്ട്. അദാനി ടോട്ടൽ ഗ്യാസ്, CESC,
ഗ്രന്യൂൾസ് ഇന്ത്യ, IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ്, ജിൻഡാൽ സ്റ്റെയിൻലെസ്, പൂനാവാല ഫിൻകോർ, SJVN എന്നീ 8 ഓഹരികളെ ഇത്തരത്തിൽ FNO സെഗ്മെന്റിൽ നിന്നും ഓഗസ്റ്റ് 29 മുതൽക്ക് ഒഴിവാക്കുമെന്ന് NSE അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് 28 മുതൽക്ക് തന്നെ നിഫ്റ്റിയുടെ എക്സ്പയറി ചൊവ്വാഴ്ചയിലേക്ക് മാറ്റുമെന്നുള്ള അപ്ഡേഷൻസ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. എല്ലാ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി, നിഫ്റ്റി നെക്സ്റ്റ് 50 എന്നിവയുടെയും അതോടൊപ്പം സിംഗിൾ സ്റ്റോക്ക് ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിൻ്റെയും എക്സ്പയറി ഇത്തരത്തിൽ മാറ്റുമെന്ന് തന്നെയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് സെപ്റ്റംബർ മുതൽക്കായിരിക്കുമെന്നാണ്. അതായത് ഓഗസ്റ്റ് 28 മുതൽക്ക് തന്നെ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് കൺഫർമേഷൻ തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് ഫോക്കസിൽ വെക്കേണ്ട ഓഹരികൾ. ഇനി അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാൻ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഓഹരികൾ നോക്കാം. അതിൽ L&T ഫിനാൻസ് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. L&T ഫിനാൻസിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാം. 193 to 194 രൂപ റേഞ്ചിൽ ബൈ ചെയ്യാവുന്നതാണ്. 205 രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. 187 രൂപയിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം. ബൊണാൻസയിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡീക്കാൻ സിമൻസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. 795 to 800 രൂപ റേഞ്ചിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാം. 850 രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. ബൊണാൻസയിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് തന്നെയാണ് ഈ ഒരു സ്റ്റോക്കും ഇപ്പോൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമുക്ക് ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഓഹരികൾ.